أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 128-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: ഇബ്രാഹീമും ഇസ്മായിലും കൂടി ആ ഭവനത്തിൻ്റെ അടിത്തറ കെട്ടി ഉയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭവും അനുസ്മരിക്കുക. അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തഫ്സീർ കബീറിനെ ആസ്പദമാക്കിയാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഈ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആ പവിത്ര ഭവനത്തിൻ്റെ അടിത്തറകൾ ഉയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭത്തെക്കുറിച്ചാണ് അള്ളാഹു പരാമർശിക്കുന്നത്. ഈ വചനത്തിനു മുമ്പ് ബൈത്തുള്ളയെ മനുഷ്യർക്ക് അഭയസ്ഥാനവും സമാധാന കേന്ദ്രവുമാക്കിയതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിരുന്നു. എന്നാൽ അവിടെ ആ ആരാധനാലയത്തിൻ്റെ നിർമ്മാണം ആരുടെ കൈകളാലാണ് നടന്നതെന്ന് പറഞ്ഞിരുന്നില്ല. ഈ വചനത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആ ഭവനത്തിൻ്റെ ചുവരുകൾ ഉയർത്തിയത് എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. ഇവിടെ നാം സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹു യദഉൽ ഖവാഇദ, അതായത് അടിത്തറ സ്ഥാപിച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് യർഫഉൽ ഖവാഇദ, അതായത് അടിത്തറകൾ ഉയർത്തി എന്നാണ്. ഒരു കെട്ടിടത്തിൻ്റെ അടിത്തറ ആദ്യമായി സ്ഥാപിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ വളഅ എന്ന പദമാണ് ഉപയോഗിക്കേണ്ടത് എന്നത്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ബൈത്തുള്ള അവിടെ നേരത്തെ തന്നെ നിലനിന്നിരുന്നു. എന്നാൽ കാലപ്പഴക്കത്താൽ അതിൻ്റെ കെട്ടിടം തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആ പഴയ അടിത്തറയുടെ മുകളിൽ ചുവരുകൾ ഉയർത്തി ബൈത്തുള്ള പുനർനിർമ്മിക്കുകയായിരുന്നു. പരിശുദ്ധ ഖുർആനിലെ മറ്റു വചനങ്ങളും ഈ വസ്തുതയെ ശരിവെക്കുന്നുണ്ട്. സൂറത്തുൽ ആൽ ഇമ്രാനിലെ 97-ാമത്തെ വചനം, അതിൽ പറയുന്നു: ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകം വഹുദൻ ലിൽ ആലമീൻ. അതായത് മനുഷ്യർക്ക് വേണ്ടി ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ആരാധനാലയം മക്കയിലുള്ളതാണ്. അത് ലോകർക്ക് മുഴുവൻ അനുഗ്രഹവും നേർവഴിയുമാണ്. അതുപോലെ കഅബയുടെ നിർമ്മാണ വേളയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥനയിലെ ചില വാക്കുകൾ ശ്രദ്ധിക്കുക. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ സുർരിയത്തിൻ ബിവാദിൻ ഗൈറ സീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. അതായത് നാദാ, നിന്റെ പവിത്രമായ ഭവനത്തിനടുത്ത് കൃഷിയില്ലാത്ത ഒരു താഴ്വരയിൽ എൻ്റെ സന്തതികളിൽ ചിലരെ ഞാൻ താമസിപ്പിച്ചു. സൂറത്തുൽ ഇബ്രാഹിമിൽ 38-ാമത്തെ വചനത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് കാണിക്കുന്നത് ബൈത്തുള്ള മുമ്പേ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. കാരണം ഈ ദുആ പറയുന്നത് ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകൻ ഇസ്മായിലിനെയും പത്നി ഹാജറയെയും മക്കയിൽ കൊണ്ടുവന്നാക്കുമ്പോൾ ഉള്ള സന്ദർഭമാണ്. അന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കൊച്ചു കുഞ്ഞായിരുന്നു. ഈ പ്രാർത്ഥനയിൽ അദ്ദേഹം ഇന്ദ ബൈതികൽ മുഹറം, അതായത് നിന്റെ പവിത്രമായ ഭവനത്തിനടുത്ത് എന്നാണ് പറയുന്നത്. ഇതിനർത്ഥം അവിടെ അള്ളാഹുവിൻ്റെ ആരാധനാലയം ഉണ്ടായിരുന്നു എന്ന വിവരം അദ്ദേഹത്തിന് ദിവ്യബോധനത്തിലൂടെ അള്ളാഹു നൽകിയിരുന്നു എന്നാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ഇതിനെ ബൈത്തുൽ അതീഖ് എന്ന് വിളിച്ചിരിക്കുന്നു, അതായത് പുരാതനമായ ഭവനമെന്ന്. സൂറത്തുൽ ഹജ്ജിൽ 30-ാമത്തെ വചനത്തിൽ പറയുന്നു: വല്യതവഫു ബിൽ ബൈത്തിൽ അതീഖ്, അതായത് പുരാതനമായ ആ ഭവനത്തെ തവാഫ് ചെയ്തു കൊള്ളട്ടെ എന്ന് അള്ളാഹു പറഞ്ഞതിൽ നിന്ന് ഇത് ലോകത്തിലെ ആദ്യ ആരാധനാലയമാണെന്ന് വ്യക്തമാകുന്നു. ഹദീസുകളിൽ നിന്നും ചരിത്രരേഖകളിൽ നിന്നും ഇതേ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബുഖാരിയിലെ ഹദീസിൽ ഹസ്രത്ത് ഹാജറ ബീവിയെയും ഇസ്മായിൽ നബിയെയും മക്കയിലെ വിജനമായ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു മടങ്ങുന്ന വേളയിൽ
ഹസ്രത്ത് ഹാജറ ബീവി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം, മനുഷ്യരോ മറ്റു വസ്തുക്കളോ ഇല്ലാത്ത ഈ താഴ്വരയിൽ ഞങ്ങളെ ഉപേക്ഷിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അവർ ഇത് ആവർത്തിച്ചു ചോദിച്ചെങ്കിലും വേദന കൊണ്ട് വികാരാധീനനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി നൽകിയില്ല, തിരിഞ്ഞു നോക്കിയതുമില്ല. അപ്പോൾ അവർ ചോദിച്ചു, അള്ളാഹു ആണോ നിങ്ങളോട് ഇതിന് കൽപ്പിച്ചത്? അതെ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, എങ്കിൽ അള്ളാഹു ഞങ്ങളെ പാഴാക്കില്ല എന്ന് പറഞ്ഞ് അവർ സമാധാനിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കുന്നിൻ്റെ മറവിൽ എത്തിയപ്പോൾ കഅബയുടെ ദിശയിലേക്ക് തിരിഞ്ഞു നിന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, റബ്ബന ലിയുഖീമുസ്സലാത ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം വർസുഖുഹും മിനസ്സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ എന്ന്. അവിടെ കെട്ടിടമില്ലാത്ത ആ സമയത്തും അദ്ദേഹം കഅബയുടെ ദിശയിലേക്ക് തിരിഞ്ഞു എന്നത് അവിടെ അതിൻ്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ്. സർ വില്യം മ്യൂറിനെ പോലുള്ള പാശ്ചാത്യ ചരിത്രകാരന്മാർ പോലും ഈ പവിത്ര കേന്ദ്രം അതീവ പുരാതനമാണെന്ന് സമ്മതിക്കുന്നു. ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന പുസ്തകത്തിൽ സർ വില്യം മ്യൂർ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ BC 60കളിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ചരിത്രകാരൻ ഡയോഡോറസ് സിക്യൂലസ് ചെങ്കടൽ തീരത്ത് അറബികൾ ആദരവോടെ തീർത്ഥാടനം നടത്തുന്ന അതിപുരാതനമായ ഒരു ആരാധനാലയത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇത് കഅബയെക്കുറിച്ച് തന്നെയാണെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ ചരിത്രരേഖകൾക്കും അപ്പുറമുള്ള കാലം മുതൽക്കേ നിലനിൽക്കുന്ന അള്ളാഹുവിൻ്റെ ഭവനമാണിത്. ഈ ആയത്തിൻ്റെ ബാക്കി വിശദീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹു വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.